നിമിഷം സ്വർഗീയ നിമിഷം, മാലാഖമാർ ചേരും നിമിഷം. ഈ നിമിഷം സ്വർഗീയ നിമിഷം, മാലാഖമാർ ചേരും നിമിഷം. ആരാധ്യനാഥൻ അണയുന്ന നേരം, അനുഗ്രഹദായക നിമിഷം. ആരാധ്യനാഥൻ അണയുന്ന നേരം, അനുഗ്രഹദായക നിമിഷം. ആരാധനാസ്തുതിയേശുവേ, 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 ആരാധനാസ്തുതി. നാമത്തിൽ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരണമേ. ഈ ഭവനത്തിൽ വന്ന് നിറയണമേ. ആദ്യ നൂറ്റാണ്ടിൽ പെന്തക്കോസ്താ നാളിൽ സ്ത്രീഹന്മാരുടെ മേൽ വന്ന് നിറഞ്ഞവരെ ശക്തരും ധീരരുമാക്കിയതുപോലെ ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിനീഷിനെയും ബിനീഷിന്റെ മാതാപിതാക്കളെയും ഇപ്പോൾ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനകളെല്ലാം വീക്ഷിക്കുന്ന അമ്മച്ചിയെയും ബിനീഷിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയും കർത്താവെയും എല്ലാ കുടുംബാംഗങ്ങളെയും സന്നിഹിതരായിട്ടുള്ളവരെയും ആത്മാവിനാൽ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. പെന്തക്കോസ്താ നാളിൽ സ്ത്രീഹന്മാരുടെ മേൽ വന്ന നിറഞ്ഞ പരിശുദ്ധാത്മാവ് അവരെ ശക്തരാക്കി. യഹൂദരെ ഭയന്ന് മുറിക്കുള്ളിലിരുന്ന ആ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ധൈര്യത്തോടുകൂടി ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചു, ധീരതയോടുകൂടി ജീവിച്ചു. കർത്താവെ, ഒരു പുതിയ ജീവിതാവസ്ഥയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ബിനീഷിന് കുടുംബജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൃപയും ധാരാളമായി ഉണ്ടാകുന്നതിന് വേണ്ടി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകമായി അപേക്ഷിക്കുന്നു. കാരണം കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിന് വേണ്ടി അമ്മ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചതുപോലെ വിവാഹത്തിന് ഒരുങ്ങുന്ന, നാളെ ആ വിവാഹവും പുതാഴ്ച സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്ന ബിനീഷിനെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ ജീവിത പങ്കാളിയെയും ഇരു കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, സന്തോഷ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നതിന് വേണ്ടി അമ്മയുടെ മാധ്യസ്ഥം സമൃദ്ധമായി ഉണ്ടാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങ് ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 8-ാം വചനം പ്രകാരം പഠിപ്പിക്കുന്നു: ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് സാക്ഷികളായി തീർന്നിടുവാൻ കർത്താവേ ധരണിയിൽ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം. ഇന്നിവിടെ വായിക്കുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം യെശയ്യായുടെ പുസ്തകം 41-ാം അധ്യായം 10-ാം വചനമാണ്. ബിനീഷ് തന്നെ വായിക്കുന്നു. കർത്താവ് ബിനീഷിനായി നൽകുന്ന വചനമാണിത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അർത്ഥം മനസ്സിലാക്കി വായിക്കണം കേട്ടോ. ഭയപ്പെടേണ്ട, ദൈവം പറയുന്നത് ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. സംഭ്രമിക്കേണ്ട എന്ന് വെച്ചാൽ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നു, ഒരു പുതിയ കുടുംബ ജീവിതം ആരംഭിക്കുന്നു, പുതിയൊരു പങ്കാളി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഒരു സംഭ്രമം വേണ്ട, ഒരു ടെൻഷനും വേണ്ട. ഞാനാണ് നിന്റെ ദൈവം, ഞാനാണ് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത്.
ഉൽപ്പത്തി പുസ്തകം 2:18 പറയുന്നുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. എനിക്കൊന്ന് ചേട്ടൻ്റെ കല്യാണത്തിന് ഞാൻ പള്ളിയിൽ പറഞ്ഞാന്ന് തോന്നുന്നു. കല്യാണത്തിന് ശ്രദ്ധിച്ചു. എന്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ജീവിതത്തിൽ എപ്പോഴും ദേഷിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തും. നമ്മളെ കളിയാക്കുന്നവർ കാണും, പുച്ഛിക്കുന്നവർ കാണും, പരിഹസിക്കുന്നവർ കാണും, നമ്മൾ തകർക്കാൻ ആഗ്രഹിക്കുന്നവരെ നമുക്കെതിരെ ഏഷണി പറയുന്നവർ കാണും. അവരൊക്കെ തലയും കുമ്പിട്ട് ഓടിക്കോളും, പേടിക്കണ്ട, അവരൊക്കെ പറഞ്ഞോട്ടെ. പക്ഷെ ദൈവം അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളും. നമ്മളൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമില്ലാതായി തീരും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ദൈവമായി കണ്ടിട്ടുണ്ട്. നമുക്കൊരു ദിവസം നന്ദി പറയാം. കർത്താവായ ഈശോയെ, അങ്ങ് നൽകിയ നല്ല വചനത്തെ ഓർത്ത് അങ്ങയുടെ സന്തോഷദായകമായ ആശ്വാസദായകമായ വാഗ്ദാനങ്ങളെ ഓർത്ത് ഞങ്ങൾ ഇങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു നിമിഷം നമുക്ക് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തോടൊപ്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, കർത്താവേ നന്ദി, കർത്താവേ മഹത്വം, ദൈവമേ ആരാധന, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഇന്ന് ഒരു ബെനീഷ് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കൃപകളെയും ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ആരോഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ബെനീഷിനെ കാത്ത് പരിപാലിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ കുടുംബത്തിലേക്ക് വർഷിച്ചിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഈ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ആ മകളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ആ മകൾക്കും അങ്ങനെ നൽകിയിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. അതിനെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. വചനത്തിലൂടെ ബിനീഷിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് നയിക്കുന്ന അങ്ങയുടെ പരിപാലനയ്ക്കും അങ്ങയുടെ കൃപയ്ക്കും അനുഗ്രഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, വിശ്വസഭ്യാനോസെ, സകല വിശുദ്ധരെ ബിനീഷിന് വേണ്ടിയും ഈ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. നാളെ നടക്കുന്ന വിവാഹ കർമ്മങ്ങൾ മംഗളകരമായി തീരുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം നൽകണമേ. അങ്ങനത്തെ രക്ത കോട്ടയ്ക്കുള്ളിൽ ഈ പുതിയ കുടുംബത്തെ കാത്തു പരിപാലിക്കണമേ. അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. യാതൊരുവിധ അസ്വസ്ഥതകളുമില്ലാതെ, സങ്കടങ്ങളില്ലാതെ, ദുഃഖങ്ങളില്ലാതെ സന്തോഷവും ഐശ്വര്യം നിറഞ്ഞ ദൈവാനുഗ്രഹം നിറഞ്ഞ ജീവിതം നയിക്കാൻ ഈ മകന് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും കാവൽ മാലാഖമാരുടെ സാന്നിധ്യവും സകല പ്രാർത്ഥനാ മാധ്യസ്ഥവും ബിനീഷിനോടും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ജീവിത പങ്കാളി ലിജിയോടും അവരുടെ കുടുംബത്തോടും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഈ കുടുംബത്തിൽ നിന്ന് വേർതിരിഞ്ഞു പോയ അമ്മച്ചിയുടെ ആത്മാവിന് ദൈവം നിത്യശാന്തി പ്രദാനം ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മെ കർത്താവ് കാത്തു പരിപാലിക്കട്ടെ. എല്ലാവിധ രോഗപീഠകളിൽ നിന്ന്, ആപത്തനർത്ഥങ്ങളിൽ നിന്ന്, തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, ഉത്കണ്ഠകളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, ക്ഷുദ്രജീവികളിൽ നിന്ന്, എല്ലാ തിന്മയിൽ നിന്നും ദൈവം ഈ മകനെയും നമ്മെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
യേശുവേ